അവൻ എങ്ങനെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ബിഅസ അബ്ദുല്ലാഹ്, അവന് മോശക്കാരനാ നബിയേ. അവൻ എപ്പോഴും ഇങ്ങനെ കളിയാക്കലാ ജിബ്രീല്, അവൻ എപ്പോഴും ഇങ്ങനെ ആക്ഷേപിക്കലാ ജിബ്രീല്. ആ സമയത്ത് എന്താ ജിബ്രീല് ചെയ്തെന്നറിയോ? അസ്വദ് ബിൻ അബ്ദു യഗൂസിന്റെ വയറിലേക്ക് ജിബ്രീൽ വിരൽ ചൂണ്ടുകയാ. വയറിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ സഹോദരാ, അസ്വദ് ബിൻ അബ്ദു യഗൂസിന്റെ വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി. അസ്വദ് ബിൻ അബ്ദു യഗൂസിന്റെ വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി. അതിങ്ങനെ വീർത്തു വീർത്തു വന്ന് വല്ലാത്ത ഛർദി പിടിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, വയറിളക്കം പിടിച്ച ഛർദി പിടിച്ചിട്ട് അസ്വദ് ബിൻ അബ്ദു യഗൂസ് ചത്തുപോയില്ലേ? പിന്നെ നല്ലപോലെ നടക്കാൻ പറ്റിയില്ല. വയറിങ്ങനെ വീർത്തിട്ട്, ആ വയറ് വീർത്ത് വല്ലാത്ത അതിസാരം പിടിപെട്ടുകൊണ്ട് ഛർദിച്ചുകൊണ്ട് അസ്വദ് ബിൻ അബ്ദു യഗൂസ് എന്ന് പറയുന്ന ഇസ്ലാമിനെ കളിയാക്കിയവൻ, അല്ലാഹുവിന്റെ റസൂലിനെ അധിക്ഷേപിച്ചവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. സഹോദരാ, ചിന്തിക്കണേ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത് ആരെപ്പറ്റി എന്നറിയോ? വലീദ് ബിൻ മുഗീറ എങ്ങനെയാണ് നബിയേ? വലീദ് ബിൻ മുഗീറ എങ്ങനെയാ നബിയേ? ആ സമയത്ത് വലീദ് ബിൻ മുഗീറയെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ബിഅസ അബ്ദുല്ലാഹ്, അവനും വല്ലാത്ത മോശക്കാരനാണ്, അവനും വല്ലാത്ത ധിക്കാരിയാണ്, കളിയാക്കുന്നവനാണ്, ആക്ഷേപിക്കുന്നവനാണ്. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണേ. വലീദ് ബിൻ മുഗീറയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടൻ തന്നെ അവ മഹാനായ പ്രവാചകന്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വലീദ് ബിൻ മുഗീറയുടെ കാലിലേക്ക് ചൂണ്ടുകയാ. എന്താ കാലിലേക്ക് ചൂണ്ടാനുള്ള കാരണമെന്നറിയോ? വലീദ് ബിൻ മുഗീറ ദുരഭിമാനിയാണ്, ആരുടെ മുന്നിലും തലകുനിക്കാത്തവനാ. ഒരുപക്ഷേ നടന്നു പോകുമ്പോ കാലിനെന്തെങ്കിലും കൊണ്ടാൽ പോലും, ഒരു മുള്ള് തറച്ചാ പോലും തല ഒന്ന് കുനിച്ചിട്ടാ മുള്ളെടുത്ത് കളയാൻ വലീദ് ബിൻ മുഗീറ തയ്യാറല്ല. കാരണം വലീദ് ബിൻ മുഗീറയുടെ ശിരസ് കുനിയുന്നത് ഇഷ്ടമല്ല. വലീദ് ബിൻ മുഗീറയുടെ കാലിൽ ഒരിക്കൽ നടന്നു പോകുമ്പോ സഹോദരങ്ങളെ ഒരു മുള്ള് തറയ്ക്കുകയാ. ആ മുള്ളിങ്ങനെ തറച്ചിരിക്കുമ്പോൾ തല ഒന്ന് കുനിച്ചിട്ട് കൈകൊണ്ട് മുള്ളെടുത്ത് കളയാൻ വലീദ് ബിൻ മുഗീറയുടെ ദുരഭിമാനം അനുവദിച്ചില്ല. അതിങ്ങനെ നടന്ന് പോകുമ്പോഴേക്ക് അതിൽ കാലിൽ കൊണ്ടിട്ട് മുറിവാവുകയാ. ആ മുറിവിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചൂണ്ടിയിട്ട് ബിഅസ അബ്ദുല്ലാഹ്, ഇവന് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ കാലങ്ങ് പഴുക്കാൻ തുടങ്ങി. ആ കാല് ചലവും നീരുമൊലിക്കാൻ തുടങ്ങി. അസഹ്യമായ ദുർഗന്ധമായി. അവസാന കാല് പുഴുത്തിട്ടാ വലീദ് ബിൻ മുഗീറ ചത്തുപോയില്ലേ? മൂന്നാമനാരെന്നറിയോ? പ്രവാചകനോട് ചോദിക്കുകയാ. ആസ് ബിൻ വായിൽ എന്ന് പറയുന്ന ധിക്കാരിയെ ചൂണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഇവൻ എങ്ങനെയുണ്ട് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ബിഅസ അബ്ദുല്ലാഹ്, അവനും മോശക്കാരനാണ് നബിയെ, ആക്ഷേപിക്കുന്നവനാണ് ജിബ്രീലേ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി കേട്ടിട്ട് ജിബ്രീൽ എന്ത് ചെയ്തെന്നറിയോ? സഹോദരങ്ങളെ, നടന്നു പോകുന്ന കാല് വെച്ചാണല്ലോ നടന്നു പോവുക. ഒരു മനുഷ്യന്റെ കാൽപാദം മുറിഞ്ഞു പോയാൽ പിന്നെ എങ്ങനെയാ നടക്കുക? അവന്റെ നടത്തം ഇതോടെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഈ പറയുന്ന ആസ് ബിൻ വായിലിന്റെ കാലിന് നേരെ വിരൽ ചൂണ്ടുകയാ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് അവനെ കഴുതപ്പുറത്ത് കയറി ത്വായിഫിലേക്ക് യാത്ര പോവുകയാ. അങ്ങനെ കഴുതപ്പുറപ്പിരുന്ന് ത്വായിഫിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ സഹോദരാ, കഴുതപ്പുറത്തു നിന്നവനെ നിലത്ത് വീഴുകയാ. കഴുത അവനെ മറിച്ചിട്ടോ ഈ ആസ് ബിൻ വായിൽ എന്ന് പറയുന്നവന് ഒരു വലിയ കുറ്റിയുടെ പുറത്താ ചെന്ന് വീണത്. അത് കാലിലേക്ക് അങ്ങ് തുളച്ചു കയറിയെന്ന് മാത്രമല്ല, ഒട്ടകത്തിന്റെ പിടലി പോലെ അത് വീർക്കാൻ തുടങ്ങിയെന്നാ. ഒട്ടകത്തിന്റെ പിടലി പോലെ അത് ഊരി വീർക്കാൻ തുടങ്ങി. അവസാനം അവന് കാല് പഴുത്തിട്ട് മരിച്ചു പോവുകയാ. ഇതൊന്നും നമുക്ക് ഒരിക്കലും കള്ളിക്കളയാൻ പറ്റുന്ന ചരിത്രങ്ങളല്ല. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാൻ ഒരുപാട് വിശദീകരിക്കാതെ ഞാൻ ചുരുക്കി പറയട്ടെ. നാലാമനിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചു, അവൻ എങ്ങനെയാ? അല്ലാഹുവിന്റെ ഹബീബ് നോക്കുമ്പോ ആരിലേക്കാ വിരൽ ചൂണ്ടിയതെന്നറിയോ? ഹാരിസ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ധിക്കാരിയിലെ
ആരിലേക്കാ? നബി തങ്ങൾ പറഞ്ഞു ബിഅസ ജിബ്രീലേ, അവനും മോശക്കാരനാ. അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ നോക്കിക്കോ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തെന്നറിയോ? അവന്റെ തലയിലേക്ക് വിരൽ ചൂണ്ടുകയാ. അവന്റെ തലയിലേക്ക് വിരൽ ചൂണ്ടുമ്പോ അവന്റെ തലച്ചോറിന് ക്ഷതമേൽക്കുകയാണ്. ആ തലച്ചോറ് പഴുത്തിട്ട് അവന്റെ ശരീരമാ സകലം അതിന്റെ പെയിൻ വന്നിട്ട്, വേദന വന്നിട്ട് അവന് ചത്തുപോയെന്നാ. സഹോദരങ്ങളെ ചിന്തിക്കണേ, അഞ്ചാമതായിട്ട് വിരൽ ചൂണ്ടുകയാ. ഇത് തഫ്സീർ ഇബ്നു കസീർ അടക്കമുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലെ കാണാം. അഞ്ചാമനാരമല്ലേ അസ്വദ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ധിക്കാരിയാ. അവന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ടവന് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ നബി തങ്ങളുടെ മറുപടി ഏകദേശം 4 പേരുടെയും മറുപടി പോലെ തന്നെയാ. ജിബ്രീലേ, അവന് വല്ലാത്ത ശല്യക്കാരനാ, അവന് വല്ലാത്ത ശല്യക്കാരനാണ്. അവനാണ് എന്നെ ആക്ഷേപിക്കുന്നവരിൽ, എന്നെ അധിക്ഷേപിക്കുന്നവരിൽ പ്രധാനി എന്ന് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തെന്നറിയോ? അവന്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടുകയാ. അവന്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടുമ്പോ അവന്റെ കണ്ണിന് അന്ധത ബാധിക്കുകയാ. അവന്റെ കണ്ണിന് അന്ധത ബാധിച്ചെന്ന് മാത്രമല്ല, അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അവന്റെ കണ്ണിന് വല്ലാത്ത വേദന വരാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന്റെ തലയിൽ വല്ലാത്ത ഭാരം തുടങ്ങി. അവന് ചുമരിലേക്ക് തല കൊണ്ടടിച്ചു. അവസാന തലയോട്ട് പിളർന്നിട്ട് അവന് ചത്തുപോയെന്നാ. ഇതെന്തിനാണ് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിലും മഹാന്മാരായ മുഫസ്സിറുകൾ പരിചയപ്പെടുത്തിയതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് പറയുകയാണ്, അങ്ങ് പരിശുദ്ധമായ ദീനിന്റെ മൂല്യമുള്ള ആദർശങ്ങൾ ജനമധ്യത്തിൽ വിളിച്ചു പറയുമ്പോ, അങ്ങ് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പരസ്യമായിട്ട് ചെയ്യുമ്പോൾ ആളുകൾ അങ്ങയെ കളിയാക്കിയ ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, നബിയെ ആരെ കളിയാക്കിയാലും അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോ, ഉളുഹിയത്തിന്റെ വിഷയം പറയുമ്പോ, പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു പെണ്ണ് പരസ്യമായി ജനമധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പെണ്ണിനെ ആ സ്റ്റേജിൽ കയറ്റിയിട്ട് കോമാളിത്തരങ്ങൾ കാണിക്കരുത് എന്ന് ധൈര്യമായി ഒരു പണ്ഡിതന് പറയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉസ്താദിന്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് പറയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിനെതിരെ മുറവിളി കൂട്ടുന്നവർ പൊതുവെ 2 കൂട്ടരാണ്. ഒന്ന്, അറിവില്ലാത്ത പച്ചപാവങ്ങൾ, അഅ്രിൽ അനിൽ മുശ്രിക്കീൻ, അവരെ അവഗണിച്ചേക്ക്. അഅ്രിൽ, അവഗണിച്ചേക്ക്. അല്ലാഹുവിന്റെ വാക്കാണ്. അഅ്രിൽ, നിങ്ങൾ അവഗണിച്ചേക്ക്, നബിയെ ഒഴിവാക്കിയേക്ക്, അത് വിട്ടേക്ക്. പിന്നെ രണ്ടാമതൊരു കൂട്ടം ആളുകളുണ്ട്, മുസ്തഹ്സിഈൻ, അവര് അങ്ങയെ കളിയാക്കിക്കൊണ്ട് നടക്കും. അവരുടെ സ്റ്റേജിലും പേജിലും കളിയാക്കും. അങ്ങനെ കളിയാക്കുന്നവരുടെ കാര്യം ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, ഞാൻ മതി, ഞാൻ കൊടുത്തോളാം. ഫസൗഫ യഅലമൂൻ, അല്ലാഹു ഈ ആയത്തിൽ പറയുന്നു ഫസൗഫ യഅലമൂൻ, അവര് പുറകെ അറിയും നബിയെ. സൗഫ എന്ന് പറഞ്ഞാൽ അപ്പോഴല്ല കൊടുക്കൂല, അല്ല അപ്പോഴും കൊടുക്കൂല. സൗഫ യഅലമൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ അല്പം കഴിയട്ടെ, എന്തിനാ ധൃതി, ഞാൻ കൊടുത്തോളാം. ഇപ്പൊ ഒരുത്തനും ഒന്നും കിട്ടൂല. ഇവിടെ ഇസ്ലാമിനെതിരെ ആക്ഷേപിക്കുന്നവന് എന്നെ പഠിപ്പിച്ചപ്പോൾ ഉസ്താദ് വൃട്ടഭാഗത്ത് പിച്ചി, ഇവിടെ എന്താ പറയുക, പിച്ചി എന്നല്ലേ, പിച്ചി, അതുകൊണ്ടാണ് ഞാൻ മതം വിട്ടത്. ഒരുത്തിക്ക് പറയാനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ മൂല്യമുള്ളവരാണോ? ഞാൻ ഒരു സംഘടനയോടും ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല, പ്രസംഗിക്കുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിനെ വിശ്വസിച്ച് അവനു വേണ്ടി ഇബാദത്തെടുക്കുന്ന എല്ലാവരോടും സമദൂര സിദ്ധാന്തം, എല്ലാവരോടും നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ട് ഒന്നിനോടും പക്ഷം പിടിക്കാതെ, ഒരു സ്വജനപക്ഷപാതമില്ലാതെ, രാഷ്ട്രീയമുണ്ടാകാം, സംഘടനയുണ്ടാകാം, കുടുംബമുണ്ടാകാം, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ മനുഷ്യന് വേണ്ടതല്ലേ. പക്ഷെ അതോടൊപ്പം അപ്പുറത്ത് നിൽക്കുന്ന, പ്രതിപക്ഷത്ത് നിൽക്കുന്നവനെ ബഹുമാനിക്കാനുള്ള നല്ല വിശാലമായ മനസ്സുണ്ടായിരിക്കവേ ഒരാൾ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് പാവപ്പെട്ടവന്റെ വിശപ്പറിഞ്ഞ് മറ്റുള്ളവർക്ക് സഹായം കൊടുത്ത് കഴിയുന്ന രീതിയിൽ കാണുമ്പോൾ പുഞ്ചിരിച്ച് സ്വർഗത്തില് ഉന്നതമായ പദവി, അല്ല ഏറ്റവും മുകളിലത്തെ തട്ട് കൊടുക്കുന്ന ആർക്കാ? സക്കാത്ത് കൊടുത്തോനല്ല, ഹജ്ജിന് മക്കത്ത് പോയവനല്ല.
പാവങ്ങളെ സഹായിച്ചവനല്ല. സ്വർഗത്തിന്റെ മുകളിലത്തെ തട്ടല്ല കൊടുക്കുന്ന, ഏറ്റവും മുകളിലെ തട്ട് കൊടുക്കുന്ന ആരാ? ആർക്കാ? കാണുമ്പോ ഒന്ന് ചിരിക്കുന്നവൻ. എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കളയി പോട്ടെ എന്ന് പറയുന്നവൻ. സൽസ്വഭാവിക്കല്ല കൊടുക്കുകയാണ്. നമ്മളെ കൊണ്ട് കഴിയൂലേ? കാണുമ്പോ ചിരിക്കാത്തത് കൊണ്ട് അള്ളാഹു മാസ്ക് ഇറക്കിയത്. കോവിഡിന് മുമ്പ് കാണുമ്പോൾ ചിരിക്കൂല, ഇത് മറ്റൊരാണ്, മറ്റേ പാർട്ടിയാണ് എന്നും പറഞ്ഞ് ചിരിക്കാതെ നടന്നു. ഇപ്പൊ ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചിരിക്കുകയാണോ കരയാണോ എന്ന് അറിയില്ല അപ്പുറത്ത് ഇരിക്കുന്നവന്. കാരണം അള്ളാഹു തആല മാസ്ക് വെച്ച്, ആവരണം വെച്ച് അള്ളാഹു മൂടിക്കളഞ്ഞു അല്ലേ? അടുത്ത് നിൽക്കി ഉസ്താദന്മാര് പള്ളിയിൽ സഫ് കെട്ടുമ്പോൾ എന്താ പറയുന്നത്? വസ്തഖീമു വഅ്തദിലു വസദ്ദുൽ ഖലൽ, അടുത്തടുത്ത് നിൽക്ക് എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇമാമികൾ എന്താ പറഞ്ഞത്? ഒരടി മാറി നിൽക്കണം, പരസ്പരം ചേർന്ന് നിൽക്കരുത്. പറഞ്ഞപ്പോ അപ്പുറത്ത് നിൽക്കുന്നവന്റെ പാർട്ടിയുടെ, അവന്റെ സംഘടനയുടെ, കൊടിയുടെ, രാഷ്ട്രീയത്തിന്റെ ഒക്കെ അവസ്ഥകൾ നോക്കിയിട്ട് നമ്മൾ അകലം പാലിച്ചു. അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെ നിന്നു, അല്പം കൂടെ അകന്നോളാന്ന് പറഞ്ഞു. കാണുമ്പോ തൊടാൻ മടിയായിരുന്നു. ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഹാരിസ് ഉസ്താദിന്റെ കയ്യിലേക്ക് നമ്മൾ രണ്ടുപേരും 10 വിരലുകൾ ചേർത്ത് വെച്ച് 20 വിരലുകൾ ചേർത്ത് ഇങ്ങനെ ആത്മാർത്ഥമായി പിടിച്ചാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഇടയിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. അത് ബറക്കത്തിന് വേണ്ടി വേണമെങ്കിൽ ഇമാമിന് വെച്ചുകൊടുക്കുക. അതല്ല, 10 വിരലുകൾ തമ്മിൽ 20 വിരലുകൾ ചേർന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ സംഭവിക്കുന്നത്, എന്റെയും ഹാരിസ് ബാക്കവി ഉസ്താദിന്റെയും ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങൾ വെള്ളത്തുള്ളി വീഴും പോലെ താഴേക്കങ്ങ് വീഴും. സുബ്ഹാനല്ലാഹ്. നമ്മളെന്താ പറഞ്ഞേ? തൊടാതെ മാറി നിന്നു. ഇപ്പോ ഉസ്താദന്മാരൊക്കെ കോട്ടിന്റെ ഈ പോക്കറ്റ് കയ്യും വെച്ചാൽ നടക്കുന്നത്. ആർക്കും കൈ കൊടുക്കൂല. കാരണം എന്താണെന്നറിയോ? കോവിഡ് അല്ലേ. ചെറുപ്പക്കാരൊക്കെ പാന്റിന്റെ പോക്കറ്റ് കൈയിടാൻ തുടങ്ങി. ആരോട് കൈ ചോദിച്ചാലും ഇങ്ങനെയാക്കുന്നത്. ആരും കൈ തരില്ല. എന്താണെന്നറിയോ? യവൻ എവിടെ പോയിട്ട് വന്നെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു അങ്ങനെ ആക്കി. ഇനി എപ്പോഴെങ്കിലും നമ്മള് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവന്റെ കൈ കയറി പിടിച്ചാൽ ഉടനെ അവൻ എന്ത് ചെയ്യും? ശരീരത്തൊന്നും തൊടില്ല, അവൻ ഇങ്ങനെ തന്നെ വെച്ചേക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവനെ നിങ്ങൾ മാറി നിന്ന് വാച്ച് ചെയ്യണം. അവൻ നേരെ പോയിട്ട് ഒന്നുകിൽ സാനിറ്റൈസ് ചെയ്യും, അല്ലെങ്കിൽ അവൻ കൈ കഴുകി കളയും. ആ അവസ്ഥയിലാക്കിയില്ലേ പടച്ചതമ്പുരാൻ? ആ അവസ്ഥയിലാക്കിയില്ലേ? എന്നിട്ട് നമ്മൾ പഠിച്ചോ? ഏറ്റവും കൂടുതൽ വർഗീയത ഉണ്ടായത് എപ്പോഴാണ്? ഈ കോവിഡിന് ശേഷം. ഏറ്റവും കൂടുതൽ മറ്റുള്ള സംഘടനകളും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടായത് എപ്പോഴാണ്? ഈ കോവിഡിന് ശേഷം അല്ലേ? നമ്മൾ പഠിച്ചില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഉറക്കെ പറയുന്നതിന്, ദീനിന്റെ കാര്യങ്ങൾ ഉറക്കെ ചെയ്യുന്നതിന് ആരുടെയും മുഖം നോക്കണ്ട, ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, ആരുടെയും അഭിനന്ദന പ്രവാഹങ്ങൾ നമുക്ക് വേണ്ട, ആരും നമ്മളെ ചേർത്ത് നിർത്തണ്ട, ആരും നമ്മളെ നല്ലവരാണെന്ന് പറയണ്ട. ആത്മാർത്ഥമായി നമ്മൾ മുസ്ലിമായി സൽസ്വഭാവിയായി ജീവിച്ചാൽ നമ്മളുടെ മുകളിൽ പരുന്ത് പറക്കുവോ? ഉലൈകഹും ഖൈറുൽ ബരിയ. അല്ലാഹു പറഞ്ഞത് നിങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ, ഏറ്റവും അംതുമുൽ അഅലവു, നിങ്ങളാണ് ഉന്നതർ. നിങ്ങളുടെ മുകളിൽ ലോകത്ത് വേറെ ആരുമില്ല. നമ്മുടെ ക്വാളിറ്റി അതാണ്. അള്ളാഹു നല്ല ക്വാളിറ്റിയുള്ള മുസ്ലിമീങ്ങളാക്കി, മുഅ്മിനീങ്ങളാക്കി നമ്മളെ മാറ്റട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോൾ 2 കൂട്ടം ആളുകൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നമ്മൾ അവരെന്ത് ചെയ്യുക? അവഗണിക്കുക. പക്ഷേ ചിന്തിക്ക്, വിശുദ്ധ ഖുർആനിന്റെ തർത്തീബ് നോക്ക്, ആയത്തിന്റെ ക്രമീകരണം നോക്ക്. എങ്കിലും ഉസ്താദെ, എത്ര അവഗണിച്ചാലും, ചില ചെറുപ്പക്കാർ പറയുന്നതാണ്, ഞാനും അക്കൂട്ടത്തിലുള്ള ഒരാളാണ്, ചിരിയൊക്കെ എന്താണ് ഈ എരിവും പുളിയൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരാളാ ഞാൻ തുറന്നു പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ എത്രയൊക്കെ അവഗണിച്ചാലും, കളിയാക്കുന്നവർക്ക് അള്ള കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാലും, യവനൊക്കെ എതിരെ ഒരു വാക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്കുള്ള പരിഭവമാണത്. ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമം ഉസ്താദ് ഇതൊക്കെ കേൾക്കുമ്പോ. എങ്ങനെ പ്രതികരിക്കാതിരിക്കുക? ഇത് അള്ള പറഞ്ഞില്ലേ? അള്ള എന്താ പറഞ്ഞത്? ഓ പ്രവാചകരെ, വലഖദ് നഅലമു അന്നക യളീഖു സദുറക ബിമാ യഖൂലൂൻ വലഖദ് നഅലമു അന്നക യളീഖു സദുറുക ബിമാ യഖൂലൂൻ.
അവർ അല്ലാഹുവിനെ ആക്ഷേപിക്കുമ്പോ, പുണ്യ പ്രവാചകനെ ആക്ഷേപിക്കുമ്പോ ഇന്ന് വന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ സഹോദരങ്ങള്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലും ആക്ഷേപിക്കുകയാ. ഒരു പെണ്ണെന്ന് പോലും പറയാൻ മടിക്കുന്ന, ഒരു പെണ്ണാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന, ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു ജന്മമായ ഒരു മുസ്ലിം പെണ്ണിന്റെ പേരുള്ള, ഞാൻ പേര് പറയുന്നില്ല, അത് പേടിച്ചിട്ടല്ല, ആ പേര് പറഞ്ഞിട്ട് എന്റെ വായ അശുദ്ധമാക്കണ്ട. ആ പേര് പറഞ്ഞിട്ട് സയ്യിദ് അഹ്മദ് റിഖാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഈ മജ്ലിസ് മോശമാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പേര് ഞാൻ പറയാത്തതാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും ആ കേന്ദ്രമെന്ന് പറയുന്നത് ഒരു പെണ്ണ. അവളാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ആക്ഷേപിച്ചു നടക്കുന്നത്. അവളാണ് ഇടയ്ക്ക് ജുമാ തുടങ്ങിയത്. അവളാണ് മദ്രസയിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിരുന്ന പെണ്ണ്. അത് പെണ്ണെന്ന പേരിനോട് പോലും കടപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരു നശിച്ച ജന്മമുണ്ടല്ലോ. ആ പെണ്ണാരയാ പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും പുണ്യ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ, നമ്മുടെ ഉമ്മമാരാണെന്ന് പരിചയപ്പെടുത്തിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ചൂടേറ്റ് വാങ്ങിയ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരെ പറ്റി പോലും വളരെ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഭദ്രകാളി ജന്മമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ കിട്ടുമ്പോൾ പ്രതികരിക്കാൻ നമ്മുടെ മനസ്സിൽ വെമ്പൽ കൊള്ളാറുണ്ട്. കാരണം നമ്മുടെ സ്വത്വബോധത്തെ കടന്നാക്രമിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്, നമ്മുടെ ഹൃദയം നോവാറുണ്ട്. അതിന് വല്ലാത്ത നീറ്റലാണ്, വല്ലാത്ത വേദനയാണ്. ഇത് അല്ലാഹു തന്നെ പറയുകയാണ്, വലഖദ് നഅലമു, നബിയേ നമുക്കറിയാം, അന്നക യലീഖു സദറുക്, അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത പടപ്പുണ്ടെന്ന്, ബിമാ യഖൂലൂൻ, അവര് പറഞ്ഞതിനെ പറ്റി അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത സങ്കടമുണ്ടെന്ന് എനിക്കറിയാം നബിയേ, എനിക്കറിയാം പ്രവാചകരെ. ഇത് അല്ലാഹു പറയുകയാണ്. നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് ഒരു വൃത്തികെട്ടവൻ, നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ വലിയ ചാനൽ പ്രവർത്തിക്കുന്ന, വലിയ ഒരു വാർത്താ ചാനൽ നിയന്ത്രിക്കുന്ന ഒരാളെ പോലെ അവന്റെ കുറെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കൊണ്ടിരുത്തിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അവനിങ്ങനെ മറുപടി പറയാ ഇസ്ലാമിനെ പറ്റി. യവൻ ആരടാ ഇസ്ലാമിനെ പറ്റി മറുപടി പറയാൻ? യവൻ ആരാണ്? ഇങ്ങനെ പറഞ്ഞിട്ട് അവനെതിരെ എന്തെങ്കിലും കേസെടുക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതോ ഒരു ഒളിത്താവളത്തിൽ പോയിരുന്ന് 35,000 45,000 മൊബൈൽ എടുത്തു വെച്ചിട്ട് ലൈവ് ഇട്ടുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആക്ഷേപിക്കുമ്പോൾ, നബിതങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ഖുർആനിനെ ആക്ഷേപിക്കുമ്പോൾ, വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇവിടത്തെ നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങൾ അത് വിശ്വസിക്കൂല. ഇവിടത്തെ ക്രിസ്ത്യാനികളായ നല്ല സഹോദരങ്ങൾ വിശ്വസിക്കൂല. ഇവിടത്തെ ഒരു മതവിശ്വാസികളും അത് ഉൾക്കൊള്ളൂല. മതമില്ലാത്ത, കൺവെർട്ട് ചെയ്യപ്പെട്ട, മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്യപ്പെട്ട് ഒരു പ്രത്യേക മതവിഭാഗമായി, അങ്ങനെയാ ഒരു പ്രത്യേക മതവിഭാഗമായി രാജ്യത്തിന് തന്നെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം ആളുകളല്ലാതെ ഇതൊന്നും വിശ്വസിക്കുമെന്ന് കരുതണ്ട. അവനെതിരെ ഒരു വാക്ക് നമ്മൾ പറയാതിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉറക്കം വരിക? എനിക്കുറക്കം വരില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്ന, അത് ഉദ്ധരിക്കാൻ, ഹിക്കായത്ത് ചെയ്യാൻ പോലും നമ്മുടെ നാവ് അശക്തമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കറിയില്ല. അവർക്ക് ഈ വാട്സപ്പും റേഷൻ കാർഡും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. അവരൊന്നും അറിയുന്നില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്നത് കഞ്ചാവടിക്കുന്നവനെന്ന് അള്ളാഹിനെ പറ്റി പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ കുറ്റിക്കൊരണം പൊട്ടിക്കാൻ തോന്നൂല അടുത്ത് വന്നാൽ. ഇവൻ അടുത്ത് വരുവോ? ഒളിത്താവളത്തിരുന്നുണ്ട് ഇങ്ങനെ കൊണ്ട് 35,000 രൂപയുടെ മൊബൈൽ. ഇവനൊക്കെ ആരോഗ്യമുണ്ട്, പണിയെടുത്ത് മക്കളെ തീറ്റിപ്പൊറ്റിക്കൂടെ? അല്ലാതെ ഇസ്ലാമിനെതിരെ. കാരണം ഇസ്ലാമിനെതിരെ ഇന്നിപ്പോ യൂട്യൂബ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സെർച്ചിങ് നടന്നിരിക്കുന്ന അസ്ഗർ അലിയാണ്. ഇതാണ് കഅബാലത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച്, കഅബ ഷരീഫിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച്, ആളുകൾ വടിയും തടിയുമായിട്ട് ചെന്നോൻ പറഞ്ഞ് അടിക്കല്ലേ, ഞാൻ മൂത്രമൊഴിച്ച് എന്തിനാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിക്കും. എന്തിനാണ് അത് മൂത്രമൊഴിച്ചത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ ഒന്നെങ്കിലും നന്മ ചെയ്യണം. അതെല്ലാം എന്നെ കൊണ്ട് പറ്റൂല നന്മ ചെയ്യാൻ. പിന്നെ ആകെ ഉള്ള ഏറ്റവും വലിയ കറാമ്പറപ്പ് ചെയ്യണം, അത് ഞാൻ ചെയ്തത്ര തന്നെ ലോകത്ത് അറിയപ്പെടാൻ.
ലോകത്തറിയപ്പെടാനല്ലേ ആളുകളൊക്കെ ഇങ്ങനെ കിടന്ന് മത്സരിക്കുന്നത്? നമുക്ക് എന്ത് നേട്ടം, നമുക്ക് എന്ത് കോട്ടം? പൂച്ചയെ പോലെയാ. എടാ, 100 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, UAE ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ ക്ലോക്ക് ടവറിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ ഏറ്റവും വലിയ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്കെടുത്തെറിഞ്ഞാൽ പോലും പൂച്ച വീഴുന്നത് 4 കാലിലാ. തല കീപ്പോട്ടാക്കി എറിഞ്ഞു നോക്കിയാലും 4 കാലിലെ പൂച്ച വീഴൂ. നമ്മൾ അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ. നമുക്ക് പ്രളയം വന്നാലും ഒന്നുമില്ല, കൊടുങ്കാറ്റ് വന്നാലും ഒന്നുമില്ല, നിപ്പ വന്നാലും ഒന്നുമില്ല, വൈറസ് വന്നാലും ഒന്നുമില്ല, വൈറലായാലും ഒന്നുമില്ല, വയറ്റിലായാലും ഒന്നുമില്ല. നമുക്ക് എന്ത് വന്നാലും ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താ? സന്തോഷം വന്ന അൽഹംദുലില്ലാ, ദുഃഖം വന്ന അൽഹംദുലില്ലാ. ഇതാണ് മുസ്ലിം. ഇനി അങ്ങ് കോവിഡ് ഒന്ന് മരിച്ചുപോയി, എന്ത് ചെയ്യാനാ? അൽഹംദുലില്ലാ, ഷഹീദിന്റെ കൂലി. കോവിഡ് വന്നിട്ട് മരിച്ചില്ല, നിന്റെ പാപം മൊത്തം പുറത്ത്. കോവിഡ് വന്നില്ല, അൽഹംദുലില്ലാ, ആരോഗ്യം കിട്ടിയല്ലോ, അന്തേരം നിസ്കരിക്കാൻ പറ്റിയല്ലോ. എന്താ നമ്മുടെ കുഴപ്പം? പറയും. നമുക്ക് എന്താ പ്രശ്നമുള്ളത്? കടം വന്നു. കടം വന്ന എന്താ? മാനസികമായി നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് അല്ലാഹുവോടെ പാവം പുറത്ത്. നമുക്ക് കടം വന്നില്ല, അൽഹംദുലില്ലാ, മക്കൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്ത്. നമുക്ക് എന്ത് പ്രശ്നം? ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, ഇന്നസാബത്തുഹു ഖൈറുൻ ഇന്നസാബത്തുഹു ഷർറുൻ. അവന് ഖൈറ് വന്നാലും അവന് ഷർറ് വന്നാലും, സന്തോഷം വന്നാൽ അവൻ നന്ദി രേഖപ്പെടുത്തും, ദുഃഖം വന്നാൽ, പരീക്ഷണം വന്നാൽ അവൻ ക്ഷമിക്കും. ഇതാണ് വിശ്വാസി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്ലാമെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യണം. തൊപ്പി വെക്ക്. ചില ആളുകൾ പറയും തൊപ്പി വെച്ചുകൊണ്ട് അവിടെ കയറരുത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒപ്പിട്ട് കിട്ടൂല. വേണ്ടടോ, ആ ഒപ്പെനിക്ക് വേണ്ട, ആ സൈൻ എനിക്ക് വേണ്ട. അതുവഴി എനിക്ക് എന്താണോ നഷ്ടപ്പെടുന്നത്? ഈ ലോകം മുഴുവനും നഷ്ടപ്പെട്ടാലും, ആകാശം നഷ്ടപ്പെട്ടാലും, ഭൂമി നഷ്ടപ്പെട്ടാലും, ഒരു തുള്ളി വെള്ളം എനിക്ക് കുടിക്കാൻ കിട്ടാതെ ഞാൻ വിശന്നും ദാഹിച്ചും മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന തൊപ്പി ഞാൻ എടുത്തിട്ട് എനിക്കൊന്നും നേടണ്ട പറയാൻ എത്ര മുസ്ലിമീങ്ങൾക്ക് കഴിയും? നിങ്ങളെ പേരൊന്ന് മാറ്റി വെച്ചിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ ദാടി ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് പോ. എന്തിനാണ്? അതാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, എന്റെ സുന്നത്തിനെ നിസ്സാരമാക്കി കൂടുന്ന ഒരു കാലത്ത് എന്റെ സുന്നത്തിനെ ആരാണ് മുറുകെ പിടിക്കുന്നത് അവന് 100 രക്തസാക്ഷികളുടെ കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 രക്തസാക്ഷികളുടെ കൂലി. എന്തേ? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഒന്ന് ചിന്തിക്ക്. ഹദീസാണ്. അന്ന് സഹാബത്തിന് ശൈത്താനെ പിടിപെടാൻ പറ്റൂല. ശൈത്താന് സഹാബാക്കളെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? فإنا فقيها واحدا متبرعا أشد على الشيطان من 1000 عابد فإنا فقيها واحدا متبرعا أشد على الشيطان من 1000 عابد. ഒരു നല്ല വറഉള്ള ഒരു പണ്ഡിതൻ 1000 ആബിദിനേക്കാൾ ശൈത്താന്റെ മുന്നിൽ ശക്തനാണ്. 1000 ആബിദീങ്ങൾ, ഭയങ്കര ഇബാദത്തുള്ള 1000 ആബിദീങ്ങൾ നിൽക്കുന്ന ഒരു സൂക്ഷ്മതയുള്ള പണ്ഡിതന് നിൽക്കുന്നു. ശൈത്താൻ ആരടുത്ത് വരും? പണ്ഡിതന്റെ അടുത്ത് വരൂല, ഒറ്റ ഒരാളെ ഉള്ളൂ. എന്നാലും പേടിയാണ് അവന്. അവൻ 1000 ആബിദീങ്ങളുടെ അടുത്ത് പോയിട്ട് അവരെ പിഴപ്പിക്കും. ഒരു ആലിമിന്റെ അടുത്ത് വരൂല. അപ്പൊ ആലിമീങ്ങളൊക്കെ ഇടയ്ക്ക് പിഴയ്ക്കുന്നതും അവർ ആലിമീങ്ങളല്ല, ഈ വേഷം കെട്ടി പറ്റിക്കുന്നതാ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് സഹാബാക്കൾക്ക് ശൈത്താനെ പേടിക്കണ്ട. പിന്നെ അവര് ഭയന്നത് ആരെയാണ്? അവരുടെ ഹൃദയത്തിൽ ലോകമാന്യതയുമില്ല, ആരും അറിയാതെ അവർ ഇബാദത്തൊക്കെ ചെയ്യുക. പിന്നെ അവർക്ക് ശത്രു എന്ന് പറയാൻ മക്കയിൽ വെച്ച് കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. മദീന ചെന്നപ്പോൾ അവിടെയും താമസിക്കാൻ കഴിയാതെ കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പോകേണ്ടി വന്നാൽ ഒന്നൊക്കെ ഉള്ളൂ അവരുടെ ശത്രു. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു സുന്നത്ത് ചെയ്യണമെങ്കിൽ ഒരു ശത്രുവിനെ പേടിച്ചാൽ മതി. അതുകൊണ്ട് പേരിന്. പക്ഷെ നമ്മൾ ഇന്നൊരു സുന്നത്ത് എടുക്കണമെങ്കിൽ 100 ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടേ ഒരു സുന്നത്തെടുക്കാൻ നമുക്ക് പറ്റൂ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒരു സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ എത്ര ഷഹീദിന്റെ കൂലി? 100 ഷഹീദിന്റെ കൂലി. അഥവാ 100 പേരുടെ ക്രൂരമായ വേട്ടയാടലുകളുടെ നടുവിൽ മാത്രമേ നമുക്കൊരു സുന്നത്തെടുക്കാൻ പറ്റൂ.
വേണ്ടേ ഷഹീദിന്റെ കൂലി? മുസ്ലിമായിട്ട് ജീവിക്ക്, മുസ്ലിമായിട്ട് തന്നെ മരിക്ക്, അതിൽ അന്തസ്സുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിലെ വേദന വന്നാ, അങ്ങയുടെ മനസ്സെങ്ങാനം വേദനിച്ചു പോയാ, ഓ മുസ്ലിമേ, നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോ, നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുമ്പോ, നിങ്ങളുടെ മനസ്സിനകത്ത് നീറ്റൽ അനുഭവപ്പെടുമ്പോ അള്ളാഹു പറയുകയാണ്, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താ മതി. ആയത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ പറയുന്നത്. മനസ്സ് വേദനിക്കുന്ന ർക്ക് അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ മരുന്ന് 3 കാര്യങ്ങളാ. അത് പറയുമ്പോൾ 1 മണിക്കൂറാവും നമുക്ക് പിരിയാ. സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ചെയ്താ മതി. നെതർലാൻഡിൽ ഇരിക്കുന്നവന് പറഞ്ഞാല്, ഇവിടെ കിടക്കുന്നവന് പറഞ്ഞാല്, പറമ്പി പീടികയിലുള്ളവന് പറഞ്ഞാല്, എവിടെയൊക്കെ ഉള്ളവന് എന്തൊക്കെ കുറച്ചാല്, അള്ളാന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ഈ പരിശുദ്ധമായ ദീന സധൈര്യം സുഭദ്രമായി സുസജ്ജമായി സുശക്തമായി പറയുമ്പോ നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും വേദന വരുന്നെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹാരമാ. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിന് പരിഹാരം കാണാൻ പറ്റൂ. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമാ. സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ഭാഗമാ. എന്താ 3 കാര്യങ്ങൾ എന്നറിയോ? ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു ഒന്നാമതായി പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. 2 വകും മിനസ് സാജിദീൻ. 3 വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്രേ, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്രേ. സഹോദരങ്ങളെ, NRC വരാൻ പോകുന്നത്രേ. എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ മുസ്ലിം ഉമ്മത്തെ നമ്മുടെ മുന്നിൽ 3 പരിഹാരമേ ഉള്ളൂ. 3 പരിഹാരമേ ഉള്ളൂ. അതാണ് അല്ലാഹു പറഞ്ഞത്. 1 ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, 2 വകും മിനസ് സാജിദീൻ, 3 വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഇത് 3ഉം കേട്ടിട്ടേ പോവാവൂ. ആദ്യത്തെ 2 കേട്ടിട്ട് പോയാൽ ചിലർ പറയും അത് പറ്റൂല. എന്നാൽ ആദ്യത്തെ 2 കേൾക്കാതെ അവസാനത്തെ കേട്ടാൽ പറയും ഇയാൾ ഏതോ തീവ്രവാദിയാണെന്ന് പറയും. അതുകൊണ്ട് 3ഉം കേൾക്കാതെ പോയാൽ ഉത്തരവാദി ഞാനല്ല, ലൈവാണ്. 2 ചാനലിൽ ലൈവാണ്, നാളെ എടുത്ത് ഞാൻ കാണിക്കും. അതുകൊണ്ട് 3 കാര്യങ്ങൾ പറയുന്നവരെ നിങ്ങൾ ഇരിക്കും, പെട്ടെന്ന് തീർത്തേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്ത് വിഷമം വന്നാലും ആരെന്തോ പറഞ്ഞോട്ടെ, 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യോ? ഈ 3 കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല. നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ലൈവ് കാണുന്നവർ പറയും, ഇയാളെ ഉദാഹരണം കേട്ട് ഞങ്ങൾ ഒരുപാട് ഈ ഏതെങ്കിലുമൊക്കെ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇവിടെ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാൻ, സഹോദരങ്ങളെ, ഒരു വിഷയം വരുമ്പോൾ, ഇന്ത്യക്കെതിരെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ട ഇന്ത്യക്കാർ. അതിന് പാകിസ്ഥാനിയല്ല, സൗദി അറേബ്യ അല്ല, UAE അല്ല, ഇനി ഏത് രാഷ്ട്രം ഇന്ത്യ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടാണ്. നമ്മുടെ സ്വത്വബോധത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീനിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? സംഘടന നോക്കരുത്. ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഒരു കഥയാണ്. മുമ്പൊരിക്കൽ ഈ എലി ശല്യം കാരണം എലി വല്ലാതെ ശല്യം ചെയ്തപ്പോ വീട്ടുടമ എലിപ്പെട്ടി വാങ്ങി വന്നു. എലിപ്പെട്ടി വാങ്ങി വന്നിട്ട് അതിനെ കളിപ്പിച്ച് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ആ സമയത്ത് എലിപ്പെട്ടിയുമായി വരുന്ന വീട്ടുടമയെ കണ്ടപ്പോ എലി ഓടി വന്ന് ഇനി താൻ പിടിക്കപ്പെടും, രക്ഷയില്ല. അങ്ങനെ എലി എന്ത് ചെയ്തു? മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇഴഞ്ഞു പോകുന്ന ഒരു പാമ്പിനെ കണ്ടു. പാമ്പിനോട് ബുഖാരിലുണ്ടെന്നൊന്നും ചോദിക്കരുത്. പാമ്പിനെ കണ്ടു. ഈ പാമ്പിനോട് ചെന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം. പാമ്പ് ചിരിച്ചിട്ട് പറഞ്ഞു,
നിനക്ക് എന്തെങ്കിലും വന്നെങ്കിൽ നീ അങ്ങ് നോക്കിക്കൊണ്ടാൽ മതി, എനിക്കതൊരു പ്രശ്നമല്ല. എലിപ്പെട്ടി എനിക്ക് എന്ത് പ്രശ്നം, എലിപ്പെട്ടിയെ പേടിക്കേണ്ട നീയാണ്, അതുകൊണ്ട് നീ നോക്കിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞ് പാമ്പ് ഇഴഞ്ഞു പോയി. വളരെ സങ്കടം തോന്നി എലിക്ക്. എലി വീണ്ടും നടന്ന് പതുക്കെ പതുക്കെ നടന്നു വരുമ്പോൾ വീടിന്റെ കോലായിൽ ആടിനെ കെട്ടിയിരിക്കുകയാണ്. ആട് ശാന്തനായ ജീവിയാണ്, ശാന്തതയുള്ള സ്വഭാവമുള്ള ജീവിയാണ്. ആടിനോട് വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എലിപ്പെട്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്, കളിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആട് പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമല്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനും കഴിയില്ല, എന്നെ കൊണ്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആട് സമാധാന ജീവിയാണ്, പറഞ്ഞു വിട്ടു. വളരെ സങ്കടത്തോടുകൂടി വരുമ്പോ വീടിന്റെ പറമ്പിന്റെ ഒരു ഭാഗത്ത് പോത്തിനെ കെട്ടിയിരിക്കുകയാണ്. പോത്തിനടുത്ത് എന്നിട്ട് പറഞ്ഞു, രക്ഷപ്പെടുത്തണം, ആകെ പ്രശ്നമാണ്. പോത്ത് പറഞ്ഞ് എന്റെ വാല് പോലും കയറൂല അതിനകത്ത്, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം, നീ നിന്റെ ജോലിയൊക്കെ പോടാന്ന് പറഞ്ഞു. സങ്കടത്തോടുകൂടി എലി നേരെ ചെന്നിട്ട്, എന്താ മുകളിൽ പറയുന്ന മച്ചിമ്പുറം അല്ലേ, തട്ടിമ്പുറം, അതിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. മുറ്റത്ത് കിടക്കുന്ന എല്ലാം കാണാം. മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നു. കരണ്ട് പോയി. എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചു, പക്ഷെ പാമ്പ് ഇടഞ്ഞ് ഇതിനകത്ത് നിന്ന് കയറി കൊടുത്തു. ഒരു ശബ്ദം കേട്ട് വീട്ടുടമ ഓടി വന്ന്, കരണ്ടില്ലല്ലോ, എലി വീണു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂട്ടിൽ കൈയിട്ട് കൊടുത്തപ്പോ പാമ്പ് കൊത്തി. പെട്ടെന്ന് നിലവിളിച്ചു, കരണ്ട് വന്നു, മഴ തോർന്നു. ആളുകൾ പെട്ടെന്ന് ഓടിക്കൂടി, ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും കൂടി ഇയാളെ നേരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ബാക്കിയുള്ള ആളുകൾ പാമ്പിനെ തല്ലിക്കൊന്നു. ആദ്യം പാമ്പ് ചത്തു. ഇയാൾ ആശുപത്രി കൊണ്ടുപോയി. അവിടത്തെ വൈദ്യൻ പറഞ്ഞു, ഇതിന് നല്ല വിഷം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ, അജമാംസ രസായനം കൊടുക്കണം, ആട്ടിൻ സൂപ്പ് കൊടുക്കണം, എങ്കിലേ ഇതിന്റെ വിഷം ഇറങ്ങും. അങ്ങനെ വീട്ടിൽ തന്നെ ആടുണ്ടല്ലോ, നീ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് കണ്ടിക്കാൻ മോദിനെ ഏർപ്പാടാക്കി. അതിനെ കശാപ്പ് ചെയ്തു. രണ്ടാമത് ആടും തീർന്നു. ആടിന്റെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ വൈദ്യന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും കാക്ക മരിച്ചു. കാക്കായി മരിച്ചു. അപ്പൊ ബന്ധുക്കളൊക്കെ വളരെ സങ്കടമായി എല്ലാവരും കൂട്ടം കൂടിയൊക്കെ നിന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ എന്തായാലും മൂന്നാം പാത്തി കഴിഞ്ഞ് പോവാം, മരിച്ചു, ഇനി മൂന്നാം പാത്തിയെ കഴിഞ്ഞ് പോകാം. അപ്പൊ എന്തായിരുന്നാലും നാട്ടുകാരൊക്കെ വിളിക്കണമല്ലോ, ബിരിയാണിയൊക്കെ വെക്കണം. അപ്പൊ അതിന് പറമ്പിരിക്കുന്ന പോത്തിനെയും കണ്ടിക്കാം. അങ്ങനെ പോത്തിനെയും വെച്ച് കിടത്തി. ഈ പോത്ത് ചത്തതും മരിച്ചതും, കാക്ക മരിച്ചതും, ആടിനെ അറുത്തതും, പാമ്പിനെ തല്ലിക്കൊന്നതും മച്ചിമ്പുറത്തിരുന്ന് എലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായിപ്പോ ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. അവനല്ലേ, ഇവനല്ലേ, മറ്റോനല്ലേ, മറിച്ചോനല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവന്റെയും ഇവന്റെയും ചില ആളുകളൊക്കെ അച്ചാരം വാങ്ങിയിട്ട് തിരിച്ച് പറയുന്നുണ്ട്. അത് വേറെ, അത് നമ്മുടെ വിഷയമില്ല, നമ്മളെ വിഷയമല്ലത്.